എല്ലാവർക്കും നമസ്കാരം. Sisters and brothers of Wayanad, വയനാട്ടിലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ, thank you very much for being here today. ഇന്ന് ഇവിടെ വന്നതിന് ഞാൻ നിങ്ങളോട് വളരെയധികം നന്ദി പറയുകയാണ്. I welcome all of you here to this meeting and also all the leaders of the UDF who are here on stage with me. നിങ്ങളെ എല്ലാവരെയും അതുപോലെ തന്നെ ഈ വേദിയിലുള്ള ഐക്യജനാധിപത്യ മുന്നണിയുടെ എല്ലാ നേതാക്കളെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. Wherever I am going, whichever house I am passing, whoever I am meeting is welcoming me with love, with affection, with a smile on their faces. ഞാൻ എവിടെ പോകുമ്പോഴും ഏതൊക്കെ വീടിന് മുമ്പിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നതും എല്ലായിടത്തും നിങ്ങൾ എന്നെ ഒരുപാട് സ്നേഹത്തോടുകൂടി ഇഷ്ടത്തോടുകൂടി മുഖങ്ങളിൽ ചുണ്ടിൽ പുഞ്ചിരിയുമായിട്ട് നിങ്ങൾ എന്നെ സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ. I have received so much love in the last 1 week that I have understood how much you love my brother. കഴിഞ്ഞ ഒരാഴ്ച എനിക്ക് ഇത്രയും സ്നേഹം കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നു നിങ്ങൾ എൻ്റെ സഹോദരനെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലാവുന്നു. And in these 5 years that he has represented you in parliament, what a strong bond you have built with him. കഴിഞ്ഞ 5 വർഷങ്ങൾ നിങ്ങളെ അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിനിധീകരിച്ച ഈ 5 വർഷം നിങ്ങളും അദ്ദേഹവും തമ്മിൽ എന്ത് ശക്തമായ ഒരു ബന്ധമാണ് ഉണ്ടായിരിക്കുന്നത്. You stood by my brother at one of the most difficult times in his life. എൻ്റെ സഹോദരന്റെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്ത് നിങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തോടൊപ്പം നിന്നവരാണ്. He has been attacked mercilessly by the BJP, its social media and its leadership for the last 10 years. കഴിഞ്ഞ 10 വർഷങ്ങളായി ഒരു കാരുണ്യവും ദയയുമില്ലാതെ ബിജെപിയുടെ നേതാക്കൾ മാധ്യമങ്ങളിലൂടെയും ബിജെപിയുടെ സോഷ്യൽ മീഡിയയും നവമാധ്യമങ്ങളും അദ്ദേഹത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. At the time that he stood for election here in Wayanad, he was under severe attack and many people had turned their backs on him. അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വയനാട് തെരഞ്ഞെടുപ്പിന് മത്സരിച്ച സമയത്ത് വലിയ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അതുമാത്രമല്ല ഒരുപാട് പേർ അദ്ദേഹത്തിനെതിരെ പുറംതിരിഞ്ഞു നിൽക്കുന്ന സമയമായിരുന്നു അത്. This is nothing new because throughout the history of mankind, those who have stood for what is right, those who have stood for love, for humanity, have always been attacked by those who stand for divisiveness, disunity and destruction. പക്ഷേ ഇത് പുതുമയുള്ള കാര്യമല്ല. മനുഷ്യന്റെ ചരിത്രം പരിശോധിച്ചാൽ, മനുഷ്യരാശിയുടെ ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ആരാണോ സ്നേഹത്തിന് വേണ്ടി, ആരാണോ മനുഷ്യത്വത്തിന് വേണ്ടി നിലനിൽക്കുന്നത്, അവരെല്ലാ കാലത്തും ഈ സമൂഹത്തിൽ വിഭാഗീയത ഉണ്ടാക്കുന്ന, സമൂഹത്തിൽ അനൈക്യം വളർത്തുന്ന ആളുകളാൽ അവർ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. But the beauty is, my sisters and brothers, that while all across the country many people who are believing the lies being spread about my brother, it is all of you here in Wayanad who recognized the truth when you saw it. പക്ഷേ എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഇതിലെ സൗന്ദര്യം എന്താണെന്ന് വെച്ചാൽ രാജ്യത്തിന്റെ പല ഭാഗത്തും അതിൻ്റെ സഹോദരനെതിരെ നടത്തിയ നുണപ്രചരണം പലരും വിശ്വസിച്ചപ്പോൾ നിങ്ങളാണ്, വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ നിങ്ങളാണ് സത്യം തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തോടൊപ്പം നിന്നത്. You realize that this man is being attacked because he is fighting for what is right. നിങ്ങൾ തിരിച്ചറിഞ്ഞു ഈ മനുഷ്യൻ ആക്രമിക്കപ്പെടുന്നത് അദ്ദേഹം എന്താണോ ശരി അതിനു വേണ്ടി പോരാടുന്നത് കൊണ്ടാണ് അദ്ദേഹം ആക്രമിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു. It is your spirit, the spirit of togetherness, the spirit that built this country, that lives within your hearts, that saw this. നിങ്ങളുടെ ഉള്ളിലെ ചൈതന്യം, ഒത്തൊരുമയുടെ ഐക്യത്തിന്റെ ചൈതന്യം, ഈ രാജ്യത്തെ പടുത്തുയർത്തിയ ഐക്യത്തിന്റെ ചൈതന്യമാണ് സത്യം തിരിച്ചറിഞ്ഞത്. Wherever I go, I am addressing meeting after meeting in different areas of Wayanad. ഞാൻ എവിടെ പോകുമ്പോഴും ഈ വയനാട് പാർലമെന്റ് മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിൽ ഒന്നൊന്നായി യോഗങ്ങളിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. And in every meeting I can see Hindus, Muslims, Christians standing side by side.
എല്ലാ യോഗങ്ങളിലും എനിക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് അരികിൽ നിൽക്കുന്ന കാഴ്ചയാണ് ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നത്. As brothers and sisters, as friends and colleagues. സഹോദരി സഹോദരന്മാരായി, സുഹൃത്തുക്കളായി, അതുപോലെ സഹപ്രവർത്തകരായി അവർ നിൽക്കുന്ന കാഴ്ചയാണ് ഞാൻ കാണുന്നത്. And this is the beauty of our nation. നമ്മുടെ രാജ്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഇതാണ്. These are the values on which our constitution was made. നമ്മുടെ ഭരണഘടന നിർമ്മിച്ചെടുത്ത മൂല്യങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന മൂല്യങ്ങളാണ്. And this is why we will be and we remain the greatest country in this world. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യം ഈ ലോകത്തെ ഏറ്റവും മഹത്തായ രാജ്യമായും അതുപോലെ തന്നെ ഈ ലോകത്തെ ഏറ്റവും മഹത്തര രാജ്യമായി നിലനിൽക്കാൻ പോകുന്നതും ഇതേ മൂല്യങ്ങൾ കൊണ്ടാണ്. Because no matter whether you are a man or a woman, no matter which religion you belong to, no matter which caste you belong to, our constitution guarantees your equality in this democratic nation. ഈ ജനാധിപത്യ രാജ്യത്തിൽ നിങ്ങൾ ഒരു പുരുഷനാവട്ടെ, നിങ്ങൾ ഒരു സ്ത്രീ ആവട്ടെ, നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ട ആളാവട്ടെ, ഏത് ജാതിയിൽപ്പെട്ട ആളാവട്ടെ, നമ്മുടെ ഭരണഘടന നമുക്ക് എല്ലാവർക്കും തുല്യ അവകാശങ്ങൾ ഇവിടെ ഉറപ്പു നൽകുന്നു. And our freedom was the singular, our revolution for freedom was the singular revolution in this world, which came without bloodshed. It was a non-violent revolution. നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതെന്ന് ലോകത്തിലെ ഏറ്റവും വിശേഷതയുള്ള ഒരു വിപ്ലവമായിരുന്നു. രക്തം ചിന്താതെ അഹിംസാത്മക മാർഗത്തിൽ കൂടെ സ്വാതന്ത്ര്യം നേടിയ ഒരു വിപ്ലവമാണ് ഇന്ത്യയിലേത്. So sisters and brothers, it is truly sad to see the politics that the BJP practices today. എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഇന്ന് BJP പ്രയോഗത്തിൽ വരുത്തുന്ന ഒരു രാഷ്ട്രീയം കാണുമ്പോൾ ശരിക്കും വിഷമമുണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയമാണ്. Spreading mistrust between communities, സമൂഹങ്ങളുടെ ഇടയിൽ അവിശ്വാസം പടർത്തിക്കൊണ്ട്, spreading fear, spreading divisiveness, ജനങ്ങളുടെ ഇടയിൽ വിഭാഗീയതയും ഭയവും പടർത്തിക്കൊണ്ട് has no place in our country and its society. BJPയുടെ ഇത്തരം ഒരു രാഷ്ട്രീയത്തിന് നമ്മുടെ രാജ്യത്തും നമ്മുടെ സമൂഹത്തിലും ഒരു സ്ഥാനവും ഉണ്ടാകാൻ പാടില്ല. And it should have no place in our politics. നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇത്തരം ഒരു വിഭാഗീയതയുടെ രാഷ്ട്രീയത്തിന് ഒരു സ്ഥാനവും ഉണ്ടാകാൻ പാടില്ല. Each person who is elected by you to be your representative in parliament, in the assembly, on any platform, democratic platform, should be aware and should know that these are the values of our constitution. This is what our country was built upon, and our primary job is to serve you and to resolve your problems and issues, not to create new problems for you. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഏത് രാഷ്ട്രീയ പ്രതിനിധി ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ പാർലമെന്റിലാകട്ടെ, അസംബ്ലി ആകട്ടെ, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന എല്ലാ രാഷ്ട്രീയ പ്രതിനിധിക്കും മനസ്സിലാകണം നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങൾ ഇതാണ്, നമ്മുടെ രാജ്യത്തെ പടുത്തുയർത്തിയിരിക്കുന്ന മൂല്യങ്ങൾ ഇതാണ്. അവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നിങ്ങളെ സേവിക്കലാണ്, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കലാണ്, അല്ലാതെ നിങ്ങൾക്ക് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കലല്ല നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്വം. The simplest person will know that a family cannot progress if the brothers in the family are fighting. ഏറ്റവും ലളിതമായ ഒരു സാധാരണ മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കും, ഒരു കുടുംബത്തിലെ സഹോദരി സഹോദരന്മാർ പരസ്പരം വഴക്കടിക്കുകയാണെങ്കിൽ ആ കുടുംബത്തിന് മുൻപോട്ട് പോകാനും പുരോഗതി പ്രാപിക്കാനും സാധിക്കില്ലെന്ന് മനസ്സിലാകും. So let me tell you that those who play politics with your emotions and your religion know this very, very well. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ വികാരങ്ങൾ വെച്ച് കളിക്കുന്ന, നിങ്ങളുടെ മതം വെച്ച് കളിക്കുന്ന ആളുകൾക്ക് ഇത് കൃത്യമായി അറിയാം എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. They do this because they do not want you to progress. They want to remain in power at all costs. അവരിത് എന്തിനാണ് ചെയ്യുന്നത്? അവർക്ക് ഈ നാട്ടിലെ ജനങ്ങൾക്ക് പുരോഗതി ഉണ്ടാകണമെന്ന് ഒരു താല്പര്യവുമില്ല. ഏത് വിധേനയും അധികാരത്തിൽ നിലനിൽക്കുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. Today the people of our country face immense difficulties. ഇന്ന് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ഒരുപാട് വലിയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. Prices have risen beyond the possibility of even our imagination. നമുക്ക് ചിന്തിക്കാൻ പറ്റാവുന്നതിനപ്പുറം ഈ രാജ്യത്തെ വസ്തുക്കളുടെ വില ഉയർന്നിരിക്കുകയാണ്. My sisters carry the burden of this price rise. അവിടെ നിൽക്കുന്ന എന്റെ സഹോദരികൾക്ക് അവർക്കറിയാം ഈ വില വർധനയുടെ ഭാരം എത്രമാത്രം ഉണ്ടെന്ന്. No matter how many people in a family will earn, the earnings will not be enough for you to continue with your life without facing daily struggles today. ഒരു കുടുംബത്തിലെ എത്ര പേര്
ജോലി ചെയ്താലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ നിങ്ങളുടെ ജീവിതം ദൈനംദിന ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നത് എന്ത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. You have to pay fees for your children, medical bills when somebody falls sick. When there is a festival, you want to go and enjoy the festival, buy some things for the family, guests will come, you have to cook food for them. All this becomes a source of stress rather than a source of happiness. നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഫീസ് കൊടുക്കണം, നിങ്ങൾക്ക് ആശുപത്രി ബില്ലുകൾ കൊടുക്കണം, അതുപോലെ ആഘോഷങ്ങൾ ഉത്സവങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് പല സാധനങ്ങൾ വാങ്ങിക്കണം, നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും അതിഥികൾ വരുമ്പോൾ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. പക്ഷെ ഇതൊന്നും വാങ്ങിക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് വലിയ സമ്മർദ്ദമാണ് ഉണ്ടാക്കുന്നത്. Unemployment is at an all-time high in our country today. നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്കാണ് ഇന്ന് നിലവിലിരിക്കുന്നത്. You make huge sacrifices to educate your children. You take loans, you do whatever you can to pay their fees in the best of institutions, yet they cannot get jobs today. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് ത്യാഗം ചെയ്യുന്നു, അവരെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ വായ്പ എടുക്കുന്നു, എന്നിട്ട് വിദ്യാഭ്യാസം ചെയ്തിട്ട് അവർക്ക് ജോലി ലഭിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ നാട്ടിലില്ല. Because where is it that jobs could be created from? കാരണം എവിടെയാണ് നമുക്ക് ഈ തൊഴിലുകൾ ഉണ്ടാക്കാൻ സാധിക്കുന്നത്? Jobs could come as they would at one time from the PSUs that were created for the nation, from their subsidiary companies. നമ്മുടെ രാജ്യത്ത് സ്ഥാപിക്കപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന്, അവയുടെ അനുബന്ധ സ്ഥാപനങ്ങളിൽ നിന്ന് നമുക്ക് തൊഴിൽ ലഭിക്കുമായിരുന്നു ഒരു കാലത്ത്. But one by one Narendra Modi ji has seen to it that these PSUs and their subsidiaries are handed over slowly to the big businessmen friends he has. പക്ഷെ നിങ്ങൾക്കറിയോ, ഒന്നൊന്നായി നരേന്ദ്രമോദി എന്താണ് ചെയ്യുന്നത്? നമ്മുടെ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളും അതിന്റെ അനുബന്ധ സ്ഥാപനങ്ങളും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ അതിസമ്പന്നരായ വ്യവസായികൾക്ക് ഒന്നൊന്നായി കൊടുക്കുകയാണ് ചെയ്യുന്നത്. Employment could be created from the agricultural sector, which is the backbone of our nation. നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ കാർഷിക മേഖലയിൽ നമുക്ക് ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാം. Yet ask any farmer in our nation, from Uttar Pradesh to here in Wayanad, what his situation is, and he will say, I don't see a future for myself. ഉത്തർപ്രദേശ് മുതൽ വയനാട് വരെയുള്ള രാജ്യത്തെ ഒരു കർഷകനോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, എന്താ നിങ്ങളുടെ ഭാവി എന്ന് പറയുന്നത്, എന്താ സാഹചര്യം നിങ്ങളുടെ എന്ന് പറയുന്നത്? അവർ പറയും, ഞങ്ങൾക്ക് ഒരു ഭാവിയും കാണാൻ സാധിക്കുന്നില്ലെന്നാണ് ഇവിടുത്തെ കർഷകർ പറയുക. You grow such beautiful crops here. ഇവിടെ നിങ്ങൾ Coffee, areca nut, rubber, pepper, spices of all kinds, cinnamon, nutmeg. കാപ്പി, ഏലക്ക, ജാതി, അതുപോലെ തന്നെ കുരുമുളക്, അതുപോലെ കറുവാപ്പട്ട, അതുപോലെ പലതരത്തിലുള്ള സുഗന്ധദ്രവ്യങ്ങൾ, അങ്ങനെ മനോഹരങ്ങളായ വിളകളാണ് നിങ്ങൾ ഇവിടെ കൃഷി ചെയ്യുന്നത്. What support does the government give you today? നിങ്ങൾക്ക് എന്ത് പിന്തുണയാണ് ഗവൺമെന്റ് ഇന്ന് നൽകുന്നത്? You don't get the right price for your crops. നിങ്ങളുടെ വിളകൾക്ക് ന്യായമായ വില നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. If your crops are destroyed by rain or by some other natural phenomena, you don't get compensation. മഴ കൊണ്ടോ മറ്റേതെങ്കിലും പ്രകൃതി പ്രതിഭാസങ്ങൾ കൊണ്ടോ നിങ്ങളുടെ വിളകൾ നശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മതിയായ നഷ്ടപരിഹാരം ലഭിക്കുന്നില്ല. You have an issue of man-animal conflict. Your crops are destroyed. Nobody supports you. മനുഷ്യ വന്യജീവി സംഘർഷം എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നം നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ വിളകൾ നശിപ്പിക്കപ്പെടുകയാണ്, അപ്പോൾ നിങ്ങളെ ആരും പിന്തുണയ്ക്കുന്നില്ല. You take loans to make ends meet. The government doesn't waive your loans, doesn't give you any support. Instead, it waives the loans of huge big businessmen. 16 lakh crores of rupees of loans are waived for them. Nothing is done for the farmers of this nation. നിങ്ങളുടെ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി നിങ്ങൾ കടം എടുക്കുകയാണ്, പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല, ഒരു പിന്തുണയും നൽകുന്നില്ല. പക്ഷെ ഈ രാജ്യത്തെ അതിസമ്പന്നരായ കുറച്ച് വ്യവസായികളുടെ 16 ലക്ഷം കോടി വരുന്ന കടമാണ് ഈ ഗവൺമെന്റ് എഴുതി തള്ളിയത്. Yesterday, some farmers here told me that they are paying 300 rupees per banana tree to insure the tree, but they don't get the compensation when they lose that tree. ഇന്നലെ എന്നോട് ചില കർഷകർ പറയായിരുന്നു, ഒരു വാഴയ്ക്ക് 300 രൂപയാണ് അവർ ഇൻഷുറൻസ് കൊടുക്കുന്നത്, പക്ഷെ ആ വാഴ നശിച്ചു കഴിഞ്ഞാൽ അവർക്ക് യാതൊരു നഷ്ടപരിഹാരവും കിട്ടുന്നില്ല. So with a basic lack of support for our farmers and for the agricultural industry, how is it going to generate employment? നിങ്ങൾക്കറിയാവോ, നമ്മുടെ കർഷകർക്കും കർഷക സമൂഹത്തിന് വേണ്ട അടിസ്ഥാന പിന്തുണ ലഭിക്കാതെ നമ്മൾ എങ്ങനെയാണ് തൊഴിലവസരങ്ങൾ ഇവിടെ സൃഷ്ടിക്കാൻ പോകുന്നത്? I can see so many shops and small businesses over here. 3G Sports, MK Store, VTS Electrical.
ഇവിടെ 3G This VP wholesale and retail. Ask your friends who run these shops and small businesses. How are they doing? How was the festival season of Diwali for them? ഇവിടെയുള്ള കുറച്ച് ചെറുകിട ഷോപ്പുകളുണ്ട്, 3G സ്പോർട്സ് ഉണ്ട്, VP ഹോൾസെയിൽ ഉണ്ട്. നിങ്ങൾ അവിടെയൊക്കെയുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളോട് ചോദിക്കുക അവരെങ്ങനെയാണ് ജീവിക്കുന്നത്, ദീപാവലി ആഘോഷ സമയത്ത് അവരുടെ കച്ചവടം എങ്ങനെയായിരുന്നു, നിങ്ങളൊന്ന് ചോദിക്കുക. They are crying today. ഇന്ന് അവർ വളരെയധികം വിഷമിച്ച് അവർ കരയുകയാണ്. They were the greatest sufferers during COVID, during demonetization. ഇവിടെ നോട്ട് നിരോധനം വന്നപ്പോ അതുപോലെ കോവിഡിന്റെ സമയത്ത് ഏറ്റവും ബുദ്ധിമുട്ടിയത് ഈ ചെറുകിട കച്ചവടക്കാരാണ്. In other countries, when COVID spread, they gave a lot of support to small businesses. They knew these are small businesses. It's going to be difficult for them to survive this period. കോവിഡ് നടന്ന സമയത്ത് മറ്റു പല രാജ്യങ്ങളിലും ഈ ചെറിയ ചെറിയ വ്യാപാര സ്ഥാപനങ്ങൾക്കാണ് ഒരുപാട് പിന്തുണ കൊടുത്തത്. കാരണം അവർക്ക് അറിയാമായിരുന്നു ഈ ചെറിയ ബിസിനസ്സുകൾക്ക് കോവിഡ് കാലഘട്ടത്തിൽ നിലനിൽക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ളത്. What did you get? പക്ഷെ നിങ്ങൾക്ക് എന്താണ് കിട്ടിയത്? You got GST after COVID. നിങ്ങൾക്ക് കോവിഡിന് ശേഷം കിട്ടിയത് എന്താണ്? GST, ചരക്ക് സേവന നികുതി. Breaking your backs, destroying your earnings. നിങ്ങളുടെ എല്ലാ സമ്പാദ്യവും ഇല്ലാതാക്കി നിങ്ങളുടെ നടു ഒടിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് അവർ GST നൽകിയത്. I was shocked to hear that now you have to pay GST on rent also. നിങ്ങൾക്ക് ഇപ്പോ നിങ്ങൾ കൊടുക്കുന്ന വാടകയിലും GST കൊടുക്കണമെന്ന് കേട്ടപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. Do you think taxes have been increased for Adani and Ambani? നിങ്ങൾ വിചാരിക്കുന്നത് അംബാനിക്കും അദാനിക്കും വേണ്ടി ഏതെങ്കിലും നികുതി ഇവർ ഉയർത്തിയിട്ടുണ്ടോ? No, they have not. അവർ ചെയ്തിട്ടില്ല. അത് It is you who are suffering. നിങ്ങളാണ്, ഇവിടുത്തെ ജനങ്ങളാണ് ബുദ്ധിമുട്ടുന്നത്. Again, these small businesses, these medium-sized businesses generated jobs and employment. ഒരു കാര്യം പറയട്ടെ, ഈ ചെറിയ വ്യാപാരങ്ങൾ അതുപോലെ ഇടത്തരം വ്യാപാരങ്ങൾ അവരാണ് ഈ രാജ്യത്ത് തൊഴിലുണ്ടാക്കുന്നത്. But the policies of the Modi government has destroyed them. പക്ഷേ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ നയങ്ങൾ എന്ന് പറയുന്നത് ഈ ചെറുകിട വ്യാപാരികളെ നശിപ്പിച്ചിട്ടുള്ളവയാണ്. So sisters and brothers, there is no focus on your development, on your future. എന്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ വികസനത്തിൽ നിങ്ങളുടെ ഭാവിയിൽ ഇവിടെ യാതൊരു ശ്രദ്ധയുമില്ല. You have become tools for the divisive politics of the BJP. ബിജെപിയുടെ വിഭജന രാഷ്ട്രീയത്തിന് വേണ്ട ഉപകരണങ്ങളായി അവർ നിങ്ങളെ മാറ്റിയിരിക്കുന്നു. You have so many issues you are facing here in Wayanad. ഇവിടെ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ നിങ്ങൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. Basic issues, access to health care, to higher education. ആരോഗ്യ സംവിധാനവുമായി ബന്ധപ്പെട്ട അതുപോലെ ഉന്നത വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട അടിസ്ഥാന പ്രശ്നങ്ങളാണ് നിങ്ങൾക്കുള്ളത്. Manrega used to provide jobs for the poorest of the poor. Today funds have been reduced in Manrega. Wages have come down to 346 rupees. തൊഴിലുറപ്പ് പദ്ധതിയിൽ കൂടെ ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്കാണ് തൊഴിൽ കിട്ടിയിരുന്നത്. ഇന്ന് അതിൽ കിട്ടുന്ന കൂലി ഒരുപാട് കുറച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അതിൽ ലഭ്യമായ തൊഴിലുകളും ഇന്ന് കുറച്ചിരിക്കുന്നു തൊഴിലുറപ്പിന്റെ ഭാഗമായി. You have delays in your social security pensions. നിങ്ങളുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കിട്ടുന്നതിൽ വലിയ താമസം ഇന്നുണ്ട്. And because of the kind of circumstances that surround you, the level of unemployment and increase in student suicide. അതുപോലെ നിങ്ങളുടെ ചുറ്റും നിലനിൽക്കുന്ന ഈ സാഹചര്യം കാരണം, അതുപോലെ തൊഴിലില്ലായ്മ കാരണം വിദ്യാർത്ഥികളുടെ ഇടയിൽ ആത്മഹത്യ നടക്കുകയാണ്. The sad thing is that you have so much potential. പക്ഷെ ഇതിൽ ഏറ്റവും വിഷമമുള്ള കാര്യം ഇതൊക്കെ സംഭവിക്കുന്നത് ഇവിടെ ഒരുപാട് സാധ്യതകൾ ഉണ്ടായിട്ടാണ് എന്നുള്ളതാണ്. I see young boys everywhere playing soccer. ഇവിടെ ഞാൻ എല്ലായിടത്തും ഫുട്ബോൾ കളിക്കുന്ന ചെറിയ ആൺകുട്ടികളെ കാണുന്നുണ്ട്. And since I am the mother of a soccer player, I can see the talent, I can see the energy, I can see the motivation in these boys. ഒരു ഫുട്ബോൾ കളിക്കുന്ന കുട്ടിയുടെ അമ്മയായതുകൊണ്ട് ഈ കുട്ടികളുടെ ഊർജം, അവരുടെ കഴിവ്, അവർ എന്തുമാത്രം ഉത്സാഹത്തോടു കൂടിയാണ് കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. It should be our dream to provide them with the best facilities, soccer camps. The capability is there. They just need the right support to be able to compete with anyone else in the world. അവർക്ക് ഏറ്റവും മികച്ച സൗകര്യങ്ങളും ഏറ്റവും മികച്ച ക്യാമ്പുകളും ലോകത്ത് ആരോടും കിടപിടിക്കാവുന്ന മത്സരത്തിൽ പങ്കെടുക്കാനുള്ള സൗകര്യങ്ങളും അവർക്ക് കൊടുക്കുക എന്നത് നമ്മുടെ ഒരു സ്വപ്നമാവണം. And our farmers here in Wayanad, if they get the right support, good marketing, storage facilities, good packaging facilities, food processing units,
then Wayanad could become known in the entire world for the kind of crops you produce. നിങ്ങൾ ഇവിടുത്തെ കർഷകർക്ക് കൃത്യമായ പിന്തുണ ലഭിച്ചാൽ, കൃത്യമായ ഭക്ഷ്യ സംസ്കരണത്തിനുള്ള സാധ്യത ഉണ്ടായാൽ, നിങ്ങളുടെ സാധനങ്ങൾ നന്നായി പാക്ക് ചെയ്ത് വിപണിയിൽ എത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടായാൽ, വയനാട്ടിൽ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ നമുക്ക് വിപണിയിൽ എത്തിക്കാൻ സാധിക്കും. Sisters, you don't know, I cook a lot. അവിടേക്ക് സഹോദരിമാരെ, നിങ്ങൾക്ക് അറിയത്തില്ല, ഞാൻ ഒരുപാട് പാചകം ചെയ്യുന്ന ആളാണ്. I love cooking. എനിക്ക് പാചകം വലിയ ഇഷ്ടമാണ്. And I can tell you, I have never seen spices as good as what I've seen in the last week here in Wayanad. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ പറ്റും. എനിക്ക് വയനാട്ടിൽ കണ്ടിട്ടുള്ളത് പോലെ ഇത്രയും നല്ല സുഗന്ധ വ്യഞ്ജനങ്ങൾ ഞാൻ കഴിഞ്ഞ ആഴ്ച കണ്ടിട്ടുള്ളത് പോലെ ഞാൻ ഇതുവരെ വേറെ എവിടെയും കണ്ടിട്ടില്ല. I think ambulance is coming. Yes, ആംബുലൻസ് വരുന്നുണ്ട്. So your nutmeg, your cinnamon, your pepper, it's beautiful, it's fragrant, it's colorful. What I get in Delhi is not even half of it. നിങ്ങളുടെ ജാതിക്ക, നിങ്ങളുടെ കറുവപ്പട്ട, നിങ്ങളുടെ കുരുമുളക്, ഇതിനൊക്കെ നല്ല മണമുണ്ട്, നല്ല നിറമുണ്ട്. എനിക്ക് ഡൽഹിയിൽ കിട്ടുന്ന ഇതിന്റെ പകുതി പോലും ഗുണമില്ലാത്തതാണ് എനിക്ക് ഡൽഹിയിൽ നിന്ന് കിട്ടുന്നത്. With the right kind of support, it could be known in the whole of the world. കൃത്യമായി I think you have to make way for the ambulance. നിങ്ങൾ വഴി മാറി കൊടുക്കണം. Thank you. നന്ദി. കൃത്യമായ പിന്തുണയോടുകൂടി നിങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്ന വസ്തുക്കൾ, നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ലോകം മുഴുവൻ പ്രചാരത്തിലാകും. And in the same way, the potential for tourism here is immense. അതുപോലെയാണ് ഇവിടെ വിനോദസഞ്ചാരം വികസിപ്പിക്കാനുള്ള ഒരുപാട് സാധ്യതകൾ ഇവിടെ ഉണ്ട്. You have uncomparable natural resources. മറ്റൊരിടവുമായി താരതമ്യപ്പെടുത്താൻ പറ്റാത്ത പ്രകൃതി വിഭവങ്ങളാണ് ഈ നാട്ടിൽ നിങ്ങൾക്കുള്ളത്. With a strong focus, a strong boost on tourism, better connectivity, better roads, better railway lines to bring people here, and so that you can commute easily. An emphasis on ecotourism, on spiritual tourism, and of course on the natural beauty of Wayanad. So much could be achieved, so much employment could be created, and so much development could happen here. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പോലെ പരിസ്ഥിതി ടൂറിസവും ആത്മീയ ടൂറിസവും ഒക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ ഒരുപാട് റോഡുകളും റെയിൽവേ പാളങ്ങളും ഒക്കെ വെച്ചിട്ട് ആളുകൾക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ നമുക്ക് വിനോദസഞ്ചാര മേഖലയിൽ ഈ പ്രദേശത്ത് ഒരുപാട് വികസനം കൊണ്ടുവരാൻ സാധിക്കും. In the Adakakund area, where some SC/ST families are living, which is flood prone, where again and again there are floods, you need good rehabilitation and good supporting facilities to protect you. ഇവിടെ പട്ടികജാതി പട്ടികവർഗങ്ങൾ കുടുംബങ്ങൾ താമസിക്കുന്ന അടയ്ക്കൊണ്ട് പ്രദേശത്ത് പലപ്പോഴും വെള്ളപ്പൊക്കത്തിന്റെ പ്രശ്നമുണ്ട്. ആ പ്രശ്നം നേരിടുന്നവർക്ക് അത് പരിഹരിക്കാൻ സംവിധാനം വേണം, മെച്ചപ്പെട്ട പുനരധിവാസത്തിനുള്ള സംവിധാനം വേണം. And as we work to provide employment over here, we also know that many people have to migrate from here because today there is a lack of opportunity. നമ്മൾ ഇവിടെ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ അവസരങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് ആളുകൾ നിങ്ങളുടെ നാട്ടിൽ നിന്ന് മറ്റു പലയിടത്തേക്കും കുടിയേറുന്നതായി അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. Airfares are high. നിങ്ങൾക്ക് വിമാനയാത്രാ കൂലി വളരെ കൂടുതലാണ്. Number of flights going and coming are low. അന്തർദേശീയ വിമാനങ്ങൾ പോയി വരുന്നതിന് വിമാനങ്ങളുടെ എണ്ണം കുറവാണ്. This makes it difficult for you to meet your family members who have migrated. പ്രവാസികൾക്ക് അവരുടെ കുടുംബാംഗങ്ങളെ കാണുന്നത് ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു. And these are all things that we need to work towards. ഇതെല്ലാം പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട വിഷയങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. But sisters and brothers, only the right kind of politics will focus on resolving these problems for you. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞാനൊന്ന് പറയട്ടെ, യഥാർത്ഥത്തിലുള്ള ശരിയായ രാഷ്ട്രീയത്തിന് മാത്രമേ നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുള്ളൂ. My brother has been fighting for your rights, fighting to resolve the issues that plague you. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി എൻ്റെ സഹോദരൻ കഠിനമായി പരിശ്രമിക്കുകയായിരുന്നു. He has provided a helping hand by providing ambulances to PHCs, housing for widows, and by working towards the completion of the Vandoor-Kalikavu road. അതുപോലെ അദ്ദേഹം ആംബുലൻസുകൾ നൽകിയിട്ടുണ്ട്, അതുപോലെ വീടുകൾ വിധവകളായ സ്ത്രീകൾക്ക് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്, അതുപോലെ വണ്ടൂർ കാളിക്കാവ് റോഡിന്റെ വികസനത്തിന് വേണ്ടിയും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്.
He has raised your voice in parliament and every other platform possible. ഇന്ത്യൻ പാർലമെന്റിൽ മാത്രമല്ല സാധ്യമായ എല്ലാ വേദികളിലും അദ്ദേഹം നിങ്ങളുടെ ശബ്ദം ഉയർത്തിയിട്ടുണ്ട്. And he has shown me the way അദ്ദേഹം എനിക്ക് വഴികാട്ടി തന്നിട്ടുണ്ട്. of dedication and commitment towards you. സമർപ്പണത്തിന്റെ, നിങ്ങളോടുള്ള സമർപ്പണത്തിന്റെ പ്രതിബദ്ധതയുടെ വഴി അദ്ദേഹം എനിക്ക് കാട്ടി തന്നിട്ടുണ്ട്. Today we need that kind of politics in our country. ഇന്ന് നമ്മുടെ രാജ്യത്ത് അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയമാണ് നമുക്ക് വേണ്ടത്. We need your representatives to truly represent your needs. നിങ്ങളുടെ ജനപ്രതിനിധികൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ പ്രതിനിധീകരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് വേണം. All of us should understand that if we are standing on this stage today, it is you who have given us the power to be here. It is your power, not ours. In a democracy, it is your right to change us, to remove us if we do not deliver to you. ഈ സ്റ്റേജിൽ നിൽക്കുന്ന എല്ലാവരും, വേദിയിൽ നിൽക്കുന്ന എല്ലാവരും മനസ്സിലാക്കണം, നമ്മുടെ കയ്യിലുള്ള അധികാരം എന്ന് പറയുന്നത് നിങ്ങളുടെ അധികാരമാണ്. നിങ്ങളാണ് ഞങ്ങൾക്ക് ആ അധികാരം നൽകിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളെ മാറ്റാനും ഞങ്ങളിൽ നിന്ന് ഈ അധികാരം എടുത്തു മാറ്റാനുമുള്ള അധികാരം നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് തിരിച്ചറിയണം. Every single representative you choose, whether it is in a panchayat, in an assembly, in a parliament, that person must know that in a democracy, it is the people who rule. It is you who have the right to change him or her. നിങ്ങളുടെ ജനപ്രതിനിധി ആകട്ടെ, അത് പഞ്ചായത്തിലുള്ള ആളാവട്ടെ, നിയമസഭയിലുള്ള ആളാവട്ടെ, പാർലമെന്റിലുള്ള ആവട്ടെ, ആ ആള് മനസ്സിലാക്കണം, അത് സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ, മനസ്സിലാക്കണം ഈ രാജ്യം ഭരിക്കുന്നത് ഇവിടുത്തെ ജനങ്ങളാണ്. ഈ രാജ്യത്ത് അധികാരമുള്ളത് ഇവിടുത്തെ ജനങ്ങളിലാണ്, നിങ്ങളിലാണ്. ആ സ്ത്രീയെ പുരുഷനെ അധികാര സ്ഥാനത്ത് നിന്ന് മാറ്റാൻ കഴിയുന്നവരാണ് ഇവിടുത്തെ ജനങ്ങൾ എന്നവർ മനസ്സിലാക്കണം. And it is with this, the understanding, this deep understanding of this fact and deepest respect for you, that I am standing here as the UDF candidate today. ഇന്ന് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ ഈ കാര്യം പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട്, നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ അധികാരം എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അതിനെ ആഴത്തിൽ ബഹുമാനിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. The love that each one of you give me, the smiles on your faces when you hold me, the way you wait for me, this is the greatest privilege for me. It is greater than any amount of money, any amount of power, any big houses, anything in the world for me. നിങ്ങൾ എന്നെ കാണുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന സ്നേഹം, എന്തുമാത്രം സ്നേഹത്തോടു കൂടിയാണോ നിങ്ങൾ എന്നെ ചേർത്ത് പിടിക്കുന്നത്. എന്നെ കാണുമ്പോൾ നിങ്ങളുടെ മുഖങ്ങളിലുണ്ടാവുന്ന പുഞ്ചിരി, അതെന്നെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് എത്ര പൈസയെക്കാളും, എത്ര അധികാരത്തെക്കാളും, എത്ര വലിയ വലിയ കെട്ടിടങ്ങളെക്കാളും, എല്ലാറ്റിനേക്കാളും വലുതാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. You know, all my sisters standing here, അവിടെയുള്ള എൻ്റെ സഹോദരിമാർ, അവിടെ നിൽക്കുന്ന എൻ്റെ സഹോദരിമാർ, those of you who have children like me, you will understand when you get the love of your child, what a privilege it feels like. അവിടെയുള്ള എന്നെ പോലെ അമ്മമാരായ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളുടെ മക്കൾ നിങ്ങളെ സ്നേഹിക്കുമ്പോൾ എന്തുമാത്രം ഒരു പ്രത്യേക ഭാഗ്യമാണ്, സന്തോഷമാണ് നമുക്ക് തോന്നുക എന്ന്. And it feels like now you don't need anything. അന്നേരം നമുക്ക് തോന്നും ഇനി നമുക്ക് വേറെ ഒന്നും വേണ്ട എന്ന് തോന്നും. This child loves you and that's enough. ഈ കുഞ്ഞിന് എന്നെ സ്നേഹമാണ്, എൻ്റെ കുട്ടിക്ക് എന്നെ സ്നേഹമാണ്, അത് മതി എനിക്ക്, അങ്ങനെയാ തോന്നുക. That's how I feel about you. അങ്ങനെ തന്നെയാണ് എനിക്ക് നിങ്ങളെ കുറിച്ചും തോന്നുന്നത്. I feel that you have all more than you could have. My whole family, each and every member, my grandmother, my father, my mother, my brother, me. You have already given us so much love, so much respect. We could not ask for more from you. എനിക്കിപ്പോൾ തോന്നുന്നത് എന്താണെന്നറിയോ, എൻ്റെ കുടുംബത്തിലെ എല്ലാവർക്കും, എൻ്റെ അച്ഛനാവട്ടെ, മുത്തശ്ശി ആവട്ടെ, അമ്മയാവട്ടെ, സഹോദരനാവട്ടെ, ഞാനാവട്ടെ, ഈ കുടുംബത്തിന് മുഴുവൻ ഞങ്ങൾക്ക് ചോദിക്കാവുന്നതിനപ്പുറം, കിട്ടാവുന്നതിനപ്പുറം സ്നേഹം നിങ്ങൾ ഓരോരുത്തരും ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. I don't think we will be able to repay this love for generations to come. ഇനി വരുന്ന തലമുറകൾ കൊണ്ടുപോലും ഈ സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റുമോന്ന് എനിക്കറിയില്ല, ഞാൻ അങ്ങനെ കരുതുന്നില്ല. But what we can do is treat it with the utmost respect. പക്ഷെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന സ്നേഹത്തെ ഏറ്റവും കൂടുതൽ ബഹുമാനത്തോടു കൂടി അതിനെ പരിഗണിക്കുക എന്ന കാര്യം ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയും.
what we can do is work hard for you, work with commitment and dedication for you. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് വേണ്ടി കഠിനമായി അധ്വാനിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. ഏറ്റവും കൂടുതൽ സമർപ്പണത്തോടുകൂടി പ്രതിബദ്ധതയോടുകൂടി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. And what we can do is fight with courage for what this country stands for the values that our country was built on. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ രാജ്യം എന്തിനു വേണ്ടി നിലനിൽക്കുന്നു, എന്ത് മൂല്യങ്ങളുടെ മേലിൽ ഈ രാജ്യം നിർമ്മിച്ചുയർത്തിയോ പടുത്തുയർത്തിയോ ആ മൂല്യങ്ങൾക്ക് വേണ്ടി ധൈര്യത്തോടുകൂടി നിലകൊള്ളാൻ ഞങ്ങൾക്ക് സാധിക്കും. So if you give me this honor and this privilege of representing you in parliament, I can promise you one thing: I will not disappoint you and I will not let you down. നിങ്ങളെ പ്രതിനിധീകരിക്കാനുള്ള ഒരു ആദരവ്, ഒരു വിശേഷ സൗഭാഗ്യം, ഇന്ത്യൻ പാർലമെന്റിൽ നിങ്ങളുടെ പ്രതിനിധിയായിരിക്കാനുള്ള സൗഭാഗ്യം നൽകുകയാണെങ്കിൽ ഒരു കാര്യം എനിക്ക് ഉറപ്പ് നൽകാൻ കഴിയും: ഒരിക്കലും ഞാൻ നിങ്ങളെ നിരാശപ്പെടുത്തില്ല. Thank you very much for listening to me today and for coming here. I am hoping that in the future I will be able to come to as many of your homes as possible, to reach out to as many of my sisters and brothers, to understand your problems in a much deeper way, and to work with you to find solutions and to make Wayanad live up to the potential that it is capable of. ഇവിടെ നിങ്ങൾ ഇന്ന് വന്നതിനും ഞാൻ പറഞ്ഞതൊക്കെ കേട്ടതിനും നിങ്ങൾക്കോട് ഞാൻ നന്ദി പറയുന്നു. ഞാൻ വിചാരിക്കുന്നതിൽ ഈ ഭാവി കാലത്ത് എനിക്ക് നിങ്ങളുടെ ഒക്കെ വീട്ടിൽ വരണം, കഴിയുന്നിടത്തോളം ആളുകളെ കാണണം, നിങ്ങളോട് സംസാരിക്കണം, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ആഴത്തിൽ മനസ്സിലാക്കി വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ഏറ്റവും സാധ്യതകൾ ഉപയോഗപ്പെടുത്തി പരമാവധി മികച്ചതാക്കാൻ പ്രവർത്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Thank you very much. വളരെയധികം നന്ദി.